ഒരു പ്രാക്ടിക്കൽ ക്രാഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള കവായ് സ്റ്റിക്കേഴ്സോ കവായ് സ്റ്റിക്കർ അഥവാ ഇല്ലയെന്ന് വെച്ചാൽ പിൻട്രസ്റ്റിലോ യൂട്യൂബിലോ നോക്കിയിട്ട് വരച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു കട്ടിയുള്ള പേപ്പറിലിട്ട്. നെക്സ്റ്റ് ഞാനിവിടെ 2 കുട്ടികളെ ഗേൾസിനാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. നെക്സ്റ്റ് കട്ട് ചെയ്യാം. ഇതൊരു ടാസ്ക് പിടിച്ച പണിയൊക്കെയാണ് കട്ടിങ്സ്. എനിക്ക് അടിച്ചാലും വെച്ചാലും പറ്റില്ല, തീരെ ഇഷ്ടമല്ല കുട്ടികളെ. ഞാൻ പിന്നെ വീഡിയോക്ക് വേണ്ടിയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. എന്നാലും ഒരു വെറൈറ്റീസ് ഇതൊക്കെ തന്നെ അറിയാം. അപ്പം നമ്മുടെ ഗിവ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിന്നേഴ്സ് ആർ സോ ലക്കി ഇതെന്നാ പറയാം. ഈ കട്ടിങ്ങിൽ പണ്ടേ വീക്കാം. പുതിയ കട്ടിങ് ചെയ്യാൻ തുടങ്ങിയാലും എത്ര പറഞ്ഞാലും എൻ്റെ കട്ടിങ് വീക്ക്നെസ് പോകത്തില്ല. തന്നെ അങ്ങനെ. അതുകൊണ്ട് എനിക്ക് കട്ടിങ്സ് വലിയ ഇഷ്ടമാണ്. ഞാനതിപ്പം ശരിയാണ് കട്ടിങ്ങെന്ന് വെച്ചാൽ എൻ്റെ വിദ്യയാണെന്ന് പറയും. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് കേട്ടോ. നെയിം ഈസ് ക്രിസ്റ്റൽ ഷൈൻ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കണം. അങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സമയം എടുക്കും. ഏകദേശം ഒരു ലോങ് വീഡിയോ ആക്കിപ്പോ. ഇതിപ്പം ഞാൻ 2 ഇപ്പം എനിക്ക് ഉണ്ടാക്കാനൊരു മൂഡ് വരുന്നില്ല. കാരണം കട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. എൻ്റെ കട്ടിങ് അധികമൊന്നും പെർഫെക്ഷൻ വരത്തില്ല. എന്നാലും സോറി. അതിനുശേഷം ഈ കട്ടിങ്ങിന് ശേഷം സ്വന്തമായി കട്ട് ചെയ്യണമല്ലോ. തലപുകഞ്ഞ് കണ്ടെത്തിയ ക്രാഫ്റ്റൊന്നുമില്ല, വെറുതെ യൂട്യൂബ് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വന്നൊരു ക്രാഫ്റ്റായിരുന്നു. അപ്പം വിചാരിച്ചു ചെയ്ത് നോക്കാം. എപ്പോഴെങ്കിലും വീഡിയോ എടുക്കുന്നത് വെച്ച് ഡൗൺലോഡ് ചെയ്ത സംഗതി തന്നെയായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം 87 സബ്സ്ക്രൈബർ. അപ്പം ഒന്ന് സപ്പോർട്ടാക്കിയിട്ട് 100 ആക്കാൻ സഹായിക്കണം പ്ലീസ്. ഈ അച്ചാറും പിച്ചാലും സൈഡ് കാണുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ കട്ടിയുള്ള പേപ്പറിലോട്ടുന്നത് നീറ്റ്നെസ്സായിട്ടൊക്കെ കട്ട് ചെയ്യണം. എൻ്റെ അമ്മോ, എനിക്ക് കട്ട് ചെയ്ത് മടുക്കാണ്. തലിക്കാലിൻ്റെ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ടായിട്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. ഇതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒരു പിന്നെടുക്കുക. ഒരു സേഫ്റ്റി പിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക ഇവിടെ. എന്നിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കുക. സെലോ ടൈപ്പ് കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. എൻ്റെ അടുത്തിപ്പോൾ സെലോ ടൈപ്പ് ഇല്ല, വേണ്ടന്നെ. അയ്യോ, ഇപ്പോൾ സ്റ്റിക്കർ കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. സോറി. അപ്പം നമ്മുടെ കവായി ബാക്ക് പിൻ റെഡിയായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ട്രൈയിങ് ഇപ്പോൾ കാണിച്ചു തരാം. എവിടെ വേണമെങ്കിലും പിന്നീട് കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ്.